ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ടെക്നീഷ്യൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനൊരു പുതിയ ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഞാനിത് ഏകദേശം ഒരാഴ്ചയായി വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, എന്നാലും ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കൂടി ഉൾപ്പെടുത്താമെന്ന നിലയ്ക്ക് ഞാനിത് വീണ്ടും ബോക്സിലേക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സാധനം, ബോഷാണ് കേട്ടോ. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്കിതിൽ ഇതിൻ്റെ വാറണ്ടി പേപ്പറാണ്. ഒരു വർഷമല്ല 6 മാസത്തെ വാറണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ബിറ്റ് ഊരാനുള്ള ഇത്ര മാത്രമേ ഈ ഒരു ഡ്രില്ലിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതുകൂടാതെ ഡ്രിൽ ബിറ്റ് അതുപോലെയുള്ള മറ്റ് ടൂൾസുകളൊന്നും തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ടൂൾസുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കേണ്ടതാണ്. ഇത് ബോഷ് എന്ന കമ്പനിയുടെ പ്രൊഫഷണൽ ഇമ്പാക്റ്റ് ഡ്രില്ല് GSB 501 എന്ന മോഡലാണ്. 500 വാട്ട്സാണിത്. അതേപോലെ തന്നെ നോ ലോഡിൽ ഇതിൻ്റെ RPM എന്നത് 2600 ആണ്. അതേപോലെ തന്നെ ഇതിൽ ഇടാവുന്ന മാക്സിമം ഡ്രിൽ ബിറ്റിൻ്റെ കപ്പാസിറ്റി 13 mm ആണ്. ചക്ക് കപ്പാസിറ്റി എന്നത് 13 mm ആണ്. ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നമ്മളെ സ്ക്രൂ ചെയ്യാൻ, അതുപോലെ സെൽഫ് അടിക്കാൻ, ആ രൂപത്തിലുള്ള ഉപയോഗങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗം വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ ഹാമറിങ്ങും ഉണ്ട്. ഹാമറിങ് ഇല്ലാതെയും നമുക്ക് ഉപയോഗിക്കാം. ചെറിയ രീതിയിലുള്ള കോൺക്രീറ്റിന് തുളക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ സാധാരണ ഒരു ഡ്രില്ലിംഗ് മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് അതിൻ്റെ പ്രവർത്തന രീതി, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രവർത്തന രീതി, കാര്യങ്ങൾ, സ്വിച്ചുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. അതേപോലെ തന്നെ ഇതിൻ്റെ കണ്ടോ, ഈ സൈഡിലായിട്ട് നമുക്കൊരു സ്വിച്ച് കാണാൻ പറ്റും. ഇത് ലെഫ്റ്റും റൈറ്റും മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടോ? അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇത് ലെഫ്റ്റ് റൈറ്റും ഇത് ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ ആ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഇത് ഉപയോഗം വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഡ്രില്ലിൻ്റെ ബിറ്റ് എവിടെയെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലോട്ട് കറക്കുന്നത് നേരെ ലെഫ്റ്റിലോട്ട് ആക്കിയിട്ട് ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബിറ്റ് അവിടെ നിന്ന് ഊരിപ്പോരാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ഉപയോഗം വരുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്കൊരു സ്വിച്ച് കാണാൻ പറ്റും. ഇവിടെ ഒരു ഡ്രിൽ ബിറ്റിൻ്റെ അടയാളം കാണാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹാമറിൻ്റെ അടയാളം കാണാം. ഇത് നമ്മൾ ഹാമറിലേക്ക് ഇട്ടുകൊണ്ട് തുളക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമരിന് അതേപോലെ കോൺക്രീറ്റിനൊക്കെ തുളക്കുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിൽ ഇട്ടിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ മരത്തിന്, ഇരുമ്പിന് ഒക്കെ തുളക്കുന്ന സമയത്ത് നമുക്ക് ഹാമറിങ് ആവശ്യമില്ല. ആ സമയത്ത് ഈ ഒരു പൊസിഷനിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇനി ഞാനിത് ഒരു 16 ആംപിയറിൻ്റെ സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 6 ആംപിയറിൻ്റെ സോക്കറ്റിൽ കണക്ട് ചെയ്താലും നമുക്കിത് ഉപയോഗിക്കാം. തൽക്കാലം ഞാനൊരു 16 ആംപിയറിൻ്റെ സോക്കറ്റിലാണ് കണക്ട് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യം നമ്മളിത് മരത്തിനൊന്ന് തുളച്ച് നോക്കാം. അപ്പോൾ മരത്തിന് തുളച്ചു. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് തുളയുന്നുണ്ട്. ഇനി നമുക്ക് ഇരുമ്പിന് തുളക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ബിറ്റ് മാറ്റിയിടാം. അപ്പോൾ ഇരുമ്പിന് തുളക്കുക എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോൺക്രീറ്റിന് തുളക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതുകൊണ്ട് നോക്കാൻ പോകുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. മരത്തിന് തുളക്കാൻ അതേപോലെ തന്നെ ഇരുമ്പിന് തുളക്കാൻ ഒരു സെൽഫ് സ്ക്രൂ അടിക്കാനൊക്കെ വളരെ കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ കോൺക്രീറ്റിന് തുളക്കാൻ അത്ര ഒരു കംഫർട്ടല്ല. ചുമരിനൊരു സ്ക്രൂ ഫിക്സ് അടിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാൻ വലിയ കുഴപ്പമില്ല. കോൺക്രീറ്റിന് തുളക്കുക അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള കോൺക്രീറ്റ് പൊളിക്കാനുള്ള കാര്യങ്ങൾക്കൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു സ്ക്രൂ ഫിക്സ് അടിക്കാനൊന്നും കുഴപ്പമില്ല, അതിനൊക്കെ സാധിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള കോൺക്രീറ്റിൻ്റെ ഈ ഒരു ഹാമറിങ്ങിന് ഉപയോഗിക്കുന്ന ഹാമറിങ് ഡ്രില്ലിൻ്റെ ആ ഒരു ഗണത്തിൽ ഇതിനെ പെടുത്താൻ പറ്റില്ല. ഒരു സെൽഫ് സ്ക്രൂ അടിക്കുക, മരത്തിന് തുളയിടുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് സൂട്ടബിളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ 6 മാസത്തെ വാറണ്ടിയാണ് ഇതിന് കിട്ടുന്നത്. 2375 രൂപയാണ് ഇതിൻ്റെ വില. ആമസോണിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ശനിയാഴ്ച. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.